ക്രിസ്തുവിലേക്ക് ഒരു മനുഷ്യൻ തിരിയണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത് മാനസാന്തരമാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടി മാനസാന്തരപ്പെടണം, എന്തുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കണം, ആ ഒരു വിഷയം അല്പമായിട്ട് പറഞ്ഞ് ഞാൻ ഈ പ്രസംഗം നിർത്താം. എന്നാൽ ഈ പ്രസംഗത്തിനൊരു പ്രശ്നം കൂടുണ്ട് കേട്ടോ. മരിച്ചതിന് ശേഷം ഈ പ്രസംഗം നിങ്ങളുടെ ന്യായവിധിയായിട്ട് തീരും. കാരണം എന്താണ്? ഞാൻ നിങ്ങളുടെ പൊന്നോ വെള്ളിയോ അന്വേഷിച്ച് വന്നവനല്ല. നിങ്ങളുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രം കാക്ഷിച്ചുകൊണ്ട് നശിച്ചു പോകുന്ന നിങ്ങളുടെ ആത്മാവിന്റെ നരകവാസം കണ്ടുകൊണ്ട് കണ്ണുനീരോട് പ്രസംഗിക്കുന്നവനാ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നുവോ തീർച്ചയായിട്ടും സുവിശേഷം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹൂദന്മാരെ പോലെ സുവിശേഷത്തെ തള്ളി, യേശുക്രിസ്തുവിനെ തള്ളി എന്തിന് നശിച്ചു പോകണം പ്രിയപ്പെട്ടവരെ? സമ്പത്ത് യഹൂദന്മാർക്ക് ഒരു കുറവുമില്ല. ഈ ലോകത്തിൽ എല്ലാത്തേക്കാളും ഉപരി സമ്പത്ത് കൊണ്ട് അവർ മൂടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് ദൈവസ്നേഹമില്ല. യേശുക്രിസ്തു അവരുടെ കൂടെയില്ല, ദൈവം അവരുടെ കൂടെയില്ല. അവർ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് വഴി ദൈവം അവനെ കൈയൊഴിഞ്ഞവരാണ്. ദൈവത്തിന്റെ ഒന്നാം നമ്പർ ശത്രുക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അത് യഹൂദന്മാരാണ്. നമ്മളൊക്കെ സുവിശേഷത്തെ തള്ളിക്കളയുമ്പോൾ ശാപം ചോദിച്ചു മേടിക്കാറുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ആ ശാപം നമ്മൾ ചോദിച്ചു മേടിക്കാറുണ്ട്. ഞാൻ അനേകം മർത്തോമക്കാരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ താഴ്ചത്തോട് പറയും, സ്നാനമേറ്റൊരു രക്ഷ എനിക്ക് വേണ്ട, സ്നാനത്താൽ ഒരു രക്ഷ എനിക്ക് വേണ്ട എന്നവർ അഹങ്കാരത്തോട് പറയുമ്പോൾ എന്താണ് സ്നാനമെന്ന് അവർക്ക് അറിയത്തില്ല. യേശുക്രിസ്തു ആരാണെന്ന് അവർക്ക് അറിയത്തില്ല. അവൻ എന്തിനു വേണ്ടി മരിച്ചു എന്ന് അവർക്ക് അറിയത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് ഞാൻ ഘോഷിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം?